അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, കടമുണ്ട്, അതുപോലെ തന്നെ ഭവനമില്ല, വാടക വീടുകളിലാണ് കഴിയുന്നത്, അതുപോലെ നല്ല ജോലിയില്ല, പല പല പ്രശ്നങ്ങളാണ്, ഒരുപാട് പ്രയാസങ്ങളുണ്ടെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഒരു ചെറിയ സൂറത്തിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. പരിശുദ്ധ ഖുർആനിലെ 47 അക്ഷരങ്ങൾ, എത്ര 47 അക്ഷരങ്ങൾ മാത്രമുള്ള ഒരു അത്ഭുത സൂറത്തുണ്ട്. അതിന്റെ മഹത്വം പറഞ്ഞാൽ ഒരിക്കലും തീരുകയില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അത് ഓതുന്നവർക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ, നേട്ടങ്ങൾ അല്ലാഹു തആല ഓതുന്ന വ്യക്തിക്ക് നൽകുന്നതാണ്. പർവ്വത സമാനമായ നേട്ടങ്ങളാണ് അല്ലാഹു നൽകുന്നത്. സാമ്പത്തികം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഏറെയാണ്. അങ്ങനെയുള്ളവർ ഈ സൂറത്ത് ഓതിയാൽ അല്ലാഹു സമ്പത്തിന്റെ ഉറവിടം അല്ലാഹു പൊട്ടി നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നതാണ്. നമ്മുടെ വീട്ടിൽ ആപത്ത് മുസീബത്തുകൾ വരികയില്ല, അതുപോലെ തന്നെ വീടുകളിൽ കലഹങ്ങൾ കാണുകയില്ല, സന്തോഷമുള്ള ജീവിതം ലഭിക്കും. സാലിഹീങ്ങളായ മക്കള് അല്ലാഹു നൽകപ്പെടുന്നതാണ്. അതുപോലെ ജീവിതത്തിൽ വേണ്ടുന്ന ഐശ്വര്യങ്ങളൊക്കെ അല്ലാഹു നൽകപ്പെടുന്ന ഒരു ചെറിയ സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ സൂറത്ത് ഓതാൻ എളുപ്പമാണ്, എല്ലാവർക്കും മനഃപ്പാഠമുള്ളതാണ്. ഈ സൂറത്ത് എല്ലാ ആൾക്കാർക്കും മനഃപ്പാഠമുള്ള ഒരു മഹത്തായ സൂറത്താണ്. ഈ സൂറത്തിന്റെ മഹത്വം നമുക്ക് നോക്കാം. ഇത് ഓതുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന മഹത്വങ്ങൾ എത്രയാണ് നമുക്ക് നോക്കാം. ഈ സൂറത്ത് മീം ഒഴിവാക്കിക്കൊണ്ടുള്ള സൂറത്താണ്. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പം ഈ സൂറത്ത് ഇങ്ങനെ ഓതുന്ന ആൾക്കാർക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുകയില്ല. അതുപോലെ തന്നെ ശത്രുക്കൾക്കെതിരെ അല്ലാഹുവിന്റെ സഹായം അവന് നൽകുന്നതാണ്. ശത്രുക്കൾക്ക് ഒരിക്കലും നമ്മളെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. മറ്റൊരു മഹത്വമാണ് ഹൗദുൽ കൗസറിൽ നിന്ന് മുത്തുനബിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുന്നതാണ്. അപ്പൊ ഈ സൂറത്ത് ഓതുന്ന വ്യക്തിക്ക് റസൂലുള്ളാഹിന്റെ ഹൗദിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം അല്ലാഹു നമുക്ക് നബിത്തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകുന്നതാണ്. മറ്റൊരു നേട്ടമാണ് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെയോ പകലിലോ ഈ സൂറത്ത് 100 വട്ടം പാരായണം ചെയ്യുക. ഇങ്ങനെ 11 വെള്ളിയാഴ്ച പൂർത്തിയാക്കിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, മക്കളില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകുന്നതാണ്. അത് ഏത് രീതിക്കുമാകാം. മക്കൾ മരണപ്പെട്ടു പോയവരാകാം, അല്ലെങ്കിൽ അബോർഷൻ ഉള്ളവരായിരിക്കാം. അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നവർ അല്ലാഹു അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയിട്ട് റഹ്മാനായ റബ്ബ് അവർക്ക് സന്താനങ്ങളെ നൽകുന്നതാണ്. അപ്പോൾ സുബഹി നമസ്കരിച്ച് ഈ സൂറത്ത് 7 വട്ടം വീതം 41 ദിവസം പാരായണം ചെയ്യുക. നല്ല ഫലം ഇൻഷാ അല്ലാഹ് കാണുന്നതാണ്. അപ്പൊ സന്താനമില്ലാത്ത ആൾക്കാരൊക്കെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് 7 പ്രാവശ്യം എന്ത് ചെയ്യുക, ഈ സൂറത്ത് ഓതുക. എന്നിട്ട് ആ സൂറത്ത് എത്ര ദിവസം വരെ ഓതണം? 41 ദിവസം വരെ ഓതി നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സന്താനങ്ങളെ അല്ലാഹു നൽകുന്നതാണ്. നല്ല ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങളെ കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യുക. റബ്ബേ, എനിക്ക് നീ സന്താനത്തെ നൽകണേ അല്ലാഹ്. സ്ഥിരമായി ഈ സൂറത്ത് 7 വട്ടം ഓതി വന്നാൽ ഉപജീവന മാർഗം അല്ലാഹു തുറന്നു തരുന്നതാണ്. സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു നൽകുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർ 7 പ്രാവശ്യം എല്ലാ ദിവസവും നിങ്ങൾ ഈ സൂറത്ത് ഓതി വന്ന് നോക്ക്. അല്ലാഹു വലിയ വിജയം നൽകുന്നതാണ്. സാമ്പത്തിക അഭിവൃദ്ധി അല്ലാഹു നൽകുന്നതാണ്. അപ്പൊ ജീവിതത്തിൽ ഞെരുക്കമോ പൈസ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ 7 പ്രാവശ്യം വെച്ച് നിങ്ങൾ ഈ സൂറത്ത് ഓതി വന്ന് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അടുക്കലേക്ക് സമ്പത്തിന്റെ വഴികൾ അല്ലാഹു വിശാലമാക്കുന്നതാണ്. അതുപോലെ അല്ലാഹു സ്ഥിരം ഓതുന്ന ആൾക്കാരുടെ സമ്പത്ത് മോഷണം പോകാതെ അല്ലാഹു കാവൽ നൽകപ്പെടുന്നതാണ്. ഇനി 129 തവണ 129 തവണ ഈ സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ
മറവി രോഗം അതിൽ നിന്ന് അല്ലാഹുവിന്റെ കാവൽ നൽകപ്പെടുന്നതാണ്. ഓതുന്നവരുടെ ഹൃദയം അല്ലാഹു വിശാലമാക്കുന്നതാണ്. മഴ പെയ്യുന്ന നേരത്ത് 100 വട്ടം ഈ സൂറത്ത് ഓതിയിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ സൂറത്ത് എഴുതിയിട്ട് നമ്മൾ ചുമന്നാൽ, ഈ സൂറത്ത് എഴുതി നമ്മൾ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചു കൊണ്ട് നടന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആപത്ത് മുസീബത്ത് ചതികളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെ കാക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അവൻ അപകടത്തിൽ പെടുകയില്ല, അല്ലാഹുവിന്റെ കാവലുണ്ടാകുന്നതാണ്. അപ്പൊ ഈ മനോഹരമായ സൂറത്ത് ഓതി പനിനീരിൽ ഓതി മന്ത്രിച്ച് കണ്ണിലേക്ക് ഉറ്റിച്ചു കൊടുത്താൽ കണ്ണിന്റെ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാഴ്ച നൽകുന്നതാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് നമ്മൾ മുറുകെ പിടിക്കുക. സൂറത്ത് ഏതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചെറിയ ഒരു സൂറത്താണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സൂറത്തുൽ കൗസർ. സൂറത്ത് ഞാൻ ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് വലിയ മഹത്വമുള്ള സൂറത്താണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തുകളൊക്കെ പാരായണം ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അപ്പൊ ഇതൊക്കെ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക. അവരും ഈ മഹത്തായ സൂറത്തിന്റെ ശ്രേഷ്ഠതകൾ പഠിക്കട്ടെ, അവരവർ മനസ്സിലാക്കട്ടെ. അവർ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ പാരായണം ചെയ്യട്ടെ. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. റബ്ബേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. പഠിച്ചവരെ, ഞങ്ങൾ നിന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവരാണ്. അല്ലാഹുവേ, നിന്റെ ദിക്റിനെ സ്നേഹിക്കുന്നവരാണ്. സലാത്തുകൾ ധാരാളം ചെല്ലുന്നവരാണ്. റബ്ബേ, സർവ്വ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളൊക്കെ മാറ്റണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ആരോഗ്യം നിലനിർത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ പലരും കടക്കാറാണ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. എത്രയോ പേര് ഭവനമില്ലാത്തവരുണ്ട്, വാടകയ്ക്ക് കിടക്കുന്നവരുണ്ട്. സ്വന്തമായി ഭവനം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭവനങ്ങളൊക്കെ പണി നടക്കുന്നു അല്ലാഹ്. അത് പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. സകല പണികളും നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾ ഉദ്ദേശിച്ച ദിവസം തന്നെ അതിൽ കയറി താമസിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എത്രയോ മക്കൾ അല്ലാഹുവേ വിവാഹപ്രായം എത്തി നിൽക്കുന്നു അല്ലാഹ്. അവർക്കൊക്കെ നീ സാലിഹീങ്ങളായി നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികളെ വിശാലമാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ ആരിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. മുസീബത്തുകളിൽ നിന്ന് കാവൽ നൽകണേ പടച്ചവനെ. ഖൈറിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അനുഗ്രഹങ്ങളുടെ വഴികൾ വിശാലമാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ മുതലിലും ഞങ്ങളുടെ ആയുസ്സിലും എന്തെല്ലാം ഈ ഭൂമിയിൽ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.